ഇരമ്യാ പ്രവചനം 31 26 ഇതിങ്കൽ ഞാൻ ഉണർന്ന് എൻ്റെ നിദ്ര എനിക്ക് സുഖകരമായിരുന്നു എന്ന് കണ്ടു. ഏറ്റവും അധികം ന്യായവിധിയുടെയും വിലാപങ്ങളുടെയും പ്രവചനങ്ങൾ നടത്തിയ പ്രവാചകനാണ് ഇരമ്യാവ്. പാപം നിമിത്തം ശിക്ഷിക്കപ്പെട്ട ഇസ്രായേലിന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവരനുഭവിക്കുന്ന വേദനയും കഷ്ടതകളും പ്രവചിക്കുമ്പോൾ ഇരമ്യാവിന് അത് ദുഃഖത്തോടെ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സ്വന്തം ജനതയ്ക്ക് വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ പ്രവാചകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം തൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട്. മാത്രമല്ല, തൻ്റെ ആലോചനകളോട് കേൾവിക്കാർ നടത്തിയ പ്രതികരണവും കൈപ്പേറിയതായിരുന്നു. അവർ ഇരമ്യാവിനെ ഒറ്റപ്പെടുത്തുകയും ശപിക്കുകയും ഉപദ്രവിക്കുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം ഇരമ്യാവിനെ സദാ കരയുന്നവനും നിദ്ര നഷ്ടപ്പെട്ടവനുമാക്കി. എന്നാൽ തൻ്റെ ജനം പശ്ചാത്തപിച്ച് ദൈവമുമ്പിൽ താഴുന്ന ഒരു കാലം വരുമെന്ന് ദൈവം ഇരമ്യാവിനെ അറിയിച്ചു. അതിൻ ഫലമായി ദൈവം തന്നെ അവരെ സ്വദേശത്തേക്ക് മടക്കി വരുത്തുമെന്നും സ്വദേശത്ത് മടങ്ങിയെത്തുന്ന അവർ സ്വൈരമായും സന്തോഷമായും അനുഗ്രഹം അനുഭവിക്കുന്നവരായും ഇരിക്കും എന്നും ദൈവം വെളിപ്പെടുത്തി. ഇത് ഇരമ്യാവിന് കൊടുത്ത മനസ്സുഖം ചെറുതല്ല. ഉറക്കത്തിൽ പോലും വേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഇരമ്യാവിന് ദൈവത്തിൻ്റെ ഈ ആലോചന സുഖനിദ്ര നൽകി. ദൈവം തൻ്റെ ആലോചനകളാൽ നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മുടെ മനസ്സ് സന്തോഷമുള്ളതും ആരോഗ്യപൂർണവും ആയിരിക്കുകയും ചെയ്യട്ടെ. ദൈവശബ്ദത്തിന് മാത്രമേ നമ്മുടെ മനസ്സുകൾക്ക് സുഖം പകരാനാവുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.